നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ പാഠഭാഗമായി വായിച്ചതുകൊണ്ട് എല്ലാ വാക്യങ്ങളും ആവർത്തിക്കുന്നില്ല. അതിൻ്റെ 10-ാം വാക്യം: ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നുവെന്ന് നിശ്ചയിച്ച് ഞങ്ങളുടനെ മക്കദോന്യയ്ക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്വപിതാവേ, നിൻ്റെ വചനം എല്ലായ്പ്പോഴും ഞങ്ങളുടെ കാലുകൾക്ക് ദീപവും പാതകൾക്ക് പ്രകാശവുമാകിയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വീണ്ടും വചനത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ധ്യാനവും ദൈവത്തിന് പ്രസാദകരമായിരിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അഭിവന്യ മെത്രാപ്പൊലീത്ത തിരുമേനി, കോട്ടയം കൊച്ചി ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ തോമസ് മാർ തിമത്തിയോസ് തിരുമേനി, ഭദ്രാസന വികാരി ജനറൽ ഡോക്ടർ സാംസണം ജേക്കബ് അച്ഛൻ, വികാരി ജനറൽ പി ടി തോമസ് അച്ഛൻ, സഭാ സെക്രട്ടറി ബഹുമാനപ്പെട്ട ബി ടി മാമനച്ചൻ, ഭദ്രാസനത്തിൻ്റെ ഔദ്യോഗിക ചുമതലക്കാർ, വന്യ വൈദിക ശ്രേഷ്ഠരെ, സുവിശേഷകരെ, ഭദ്രാസനത്തിൻ്റെ കൗൺസിൽ അംഗങ്ങളെ, ഗായക സംഘാംഗങ്ങളെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ദൈവജനമേ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഈ അവസരത്തിൽ അറിയിക്കുന്നു. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ കോട്ടയം കൊച്ചി ഭദ്രാസനത്തിൻ്റെ 30ാമത് വാർഷിക കൺവെൻഷൻ്റെ 3ാമത് രാത്രി യോഗത്തിൽ നിങ്ങളോടെല്ലാവരോടും ചേർന്ന് എനിക്കും ഇതിൽ സംബന്ധിക്കുന്നതിനും ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതിനും ദൈവം തമ്പുരാൻ ഇടയാക്കിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എനിക്ക് ഇതിന് പ്രകാരം അവസരമൊരുക്കി എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ തിമത്തിയോസ് തിരുമേനിയോടും പ്രിയപ്പെട്ട അലക്സ് അച്ഛനോടും ഇതിൻ്റെ പ്രധാന ചുമതലക്കാരോടുമുള്ള എൻ്റെ പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഈ ഒരു ക്ഷണം സ്വീകരിക്കുന്നതിനും ഈ നിയോഗം ഏറ്റെടുക്കുന്നതിനും എന്നെ അനുവദിച്ച അഭിവന്യ മെത്രാപ്പൊലീത്ത തിരുമേനിയോടുമുള്ള നന്ദി പ്രാരംഭ വാക്കുകളിൽ ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. 1995-99 വർഷങ്ങളിൽ കോട്ടയം വൈദിക സെമിനാരിയിലെ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ കോട്ടയം കൊച്ചി ഭദ്രാസനത്തിൻ്റെ കൺവെൻഷനുകളിൽ അന്ന് സംബന്ധിച്ചിട്ടുള്ളതും ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഭാഗഭാക്കായിട്ടുള്ളതും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. എന്നാൽ ഇന്ന് ദൈവവചനം പ്രഘോഷിക്കുവാൻ ഇതേ മണ്ണിൽ ഒരവസരം ദൈവം തമ്പുരാൻ ഒരുക്കിയതിൽ എൻ്റെ പ്രത്യേകമായിട്ടുള്ള സന്തോഷവും അഭിമാനവും ഈ അവസരത്തിൽ ഞാൻ പരസ്യമായിട്ട് അറിയിക്കുകയാണ്. എന്നെ പഠിപ്പിച്ചതായിട്ടുള്ള ഗുരുനാഥൻ MC തോമസ് അച്ഛൻ, മറ്റ് അധ്യാപക ശ്രേഷ്ഠർ, സഹപാഠികളായിട്ടുള്ള വൈദികർ, എല്ലാവരുടെയും സാന്നിധ്യം എനിക്ക് പ്രത്യേകമായിട്ടുള്ള സന്തോഷവും അതോടൊപ്പം തന്നെ ആശങ്കയും എന്നിലുണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ അറിയിക്കട്ടെ. 2026 പ്രാരംഭ ദിവസങ്ങൾ ദൈവവചനവുമായിട്ടുള്ള ബന്ധത്തിൽ ആരംഭിപ്പാൻ ദൈവം തമ്പുരാൻ കൃപ ചെയ്യുന്നല്ലോ. അതുതന്നെ ഭാഗ്യകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. എല്ലാവർക്കും ഏറ്റവും അനുഗ്രഹപ്രദമായിട്ടുള്ള 2026 ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. പ്രിയരെ, മലങ്കര സഭയിൽ കൺവെൻഷനുകളുടെ ഒരു സ്ഥാനം വളരെ വലുതാണ്. ദൈവവചനത്തിൻ്റെ കേൾവിയും നവീകരണ ദർശനവും
വചനലഭ്യതയും അതിൻ്റെ കാലികമായിട്ടുള്ള വ്യാഖ്യാനങ്ങളും മലങ്കര സഭയ്ക്ക് പുത്തൻ ദിശാബോധം നൽകിയിട്ടുള്ളതാണ്. അതിരുകൾക്ക് അപ്പുറത്തേക്ക് വചനവുമായി കടന്നു ചെല്ലുവാൻ സുവിശേഷത്തിൻ്റെ ദൗത്യത്തിൻ്റെ നല്ല പ്രേരണകൾ ഇങ്ങനെയുള്ള കൺവെൻഷനുകളിലൂടെ ലഭിച്ചിട്ടുള്ളത് സഭയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ മാർത്തോമാക്കാരനും ഒരു സുവിശേഷകൻ എന്നുള്ള നിലയിൽ എന്ന് അഭിവന്യ മെത്രാപ്പോലീത്ത തിരുമേനി അതിനെ മറ്റൊരു രീതിയിൽ ഓരോ മാർത്തോമാക്കാരനും ഒരു അപ്പോസ്തോലൻ എന്നുള്ള നിലയിൽ നമ്മുടെ ദൗത്യത്തെ തിരിച്ചറിയുന്നതിനും നമുക്ക് ആയിരിക്കുന്ന ഇടങ്ങളിൽ കാലികമായിട്ടുള്ള സുവിശേഷ വിഹിത ജീവിതം നയിക്കുന്നതിനും നമുക്കെല്ലാവർക്കും വലിയ ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇന്ന് അത്തരത്തിലുള്ള ഒരു സുവിശേഷ ദർശനത്തിലേക്ക്, സുവിശേഷ ദർശനം നൽകുന്നതായിട്ടുള്ള സാക്ഷ്യ ജീവിതത്തിലേക്ക് പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതവുമായിട്ടുള്ള ബന്ധത്തിൽ ചില ചിന്തകൾ പങ്കിടുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഏവർക്കും സുപരിചിതമായിട്ടുള്ളൊരു വേദഭാഗമാണ് അതിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 16-ാമത്തെ അധ്യായം. ഇന്നിവിടെ 5-6 വാക്യങ്ങൾ മാത്രമാണ് വായിച്ചതെങ്കിലും ഈ 16-ാം അധ്യായത്തിൽ നിന്നുകൊണ്ട് ഈ വചനത്തിൻ്റെ പങ്കിടലിനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിതവും ശുശ്രൂഷയും നാം പഠിക്കുന്ന അവസരത്തിൽ സുവിശേഷ ദർശനത്തിൽ വളരെ ആകൃഷ്ടനായി കർത്താവിന് വേണ്ടി ഉൽക്ക പോലെ എരിഞ്ഞതായിട്ടുള്ളൊരു മനുഷ്യനാണ് പൗലോസ്. അപ്പോസ്തല പ്രവൃത്തിയുടെ ഇതിവൃത്തം നാം മനസ്സിലാക്കുന്ന അവസരത്തിൽ പെന്തക്കോസ്ത് അനുഭവത്തിലൂടെ സംജാതമാകുന്ന സഭയും സഭയിലൂടെ സാധ്യമാകുന്ന ദൗത്യ നിർവഹണവും അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ വളരെ സവിസ്തരം വിശദീകരിച്ചിട്ടുണ്ട്. ആദിമസഭയുടെ ദൗത്യ വിപുലീകരണം, പരിശുദ്ധാത്മാവിലൂടെ സംജാതമാകുന്ന ബദൽ അനുഭവങ്ങൾ, മനുഷ്യനിർമ്മിതമായിട്ടുള്ള വേലിക്കെട്ടുകൾക്കപ്പുറത്തേക്ക് സുവിശേഷവുമായി കടന്നു പോകുവാൻ അപ്പോസ്തലരെ പ്രേരിപ്പിക്കുന്നതായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം, സഭയുടെ വ്യാപനം ഓരോ കാലഘട്ടത്തിലും സംജാതമാകുന്നത് സുവിശേഷത്തിൻ്റെ പങ്കിടലിലൂടെയാണ്. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം നാം പഠിക്കുന്ന അവസരത്തിൽ പൗലോസ് തൻ്റെ 2ാമത് മിഷണറി യാത്രയിലാണ്. ഒരു ഘാതം ഓട്ടമോടി 1-ാം മിഷണറി യാത്ര ഏകദേശം വൈൻഡപ്പ് ചെയ്യുന്നു. ഏഷ്യ മൈനറിൻ്റെ വിവിധ ഇടങ്ങളിൽ സുവിശേഷവുമായി കടന്നു ചെന്ന് സഭയുടെ വിത്തുപാകി അതിനെ വളർത്തി പരിപോഷിപ്പിച്ചതായിട്ടുള്ള ഇതിവൃത്തം അപ്പോസ്തല പ്രവൃത്തി ആദ്യ അധ്യായങ്ങളിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 16-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറയ്ക്കുകയും എണ്ണത്തിൽ ദിവസേന പെരുകുകയും ചെയ്തു. സഭയുടെ വളർച്ച ദൈവം സാധ്യമാക്കി. എന്നാൽ ശക്തമായിട്ടുള്ള എതിർപ്പും വിവിധ മേഖലകളിൽ വർദ്ധിക്കുന്നതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 14-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം വായിക്കുന്ന അവസരത്തിൽ ജാതികളെ ഇളക്കി ജനസമൂഹം ഭിന്നിച്ചു. ജനങ്ങൾ ചേരിതിരിഞ്ഞ് പൗലോസിനെയും കൂട്ടരെയും അപമാനിച്ചു, കല്ലെറിഞ്ഞു, അക്രമം അഴിച്ചുവിട്ടുവെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പ്രതിസന്ധികളുടെ മധ്യത്തിൽ പുത്തൻ വാതിലുകളെ തുറക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഈ അധ്യായത്തിലൂടെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 16-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ആസ്യയിൽ പ്രസംഗിക്കരുതെന്ന് ആത്മാവ് അവരെ വിലക്കി. 7-ാം വാക്യത്തിൽ ബിഥുന്യയ്ക്ക് പോകുവാൻ ശ്രമിച്ചപ്പോൾ യേശുവിൻ്റെ ആത്മാവ് അതിന് സമ്മതിച്ചില്ല. അങ്ങനെ പൗലോസും കൂട്ടരും ത്രോവാസിലെത്തി
ത്രോവാസിൽ അടുത്ത ദിശ തേടിയിരിക്കുന്ന അവസരത്തിൽ പൗലോസിന് ലഭിക്കുന്ന ദർശനമാണ് ഇന്ന് നാം വായിച്ചതായിട്ടുള്ള വേദഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: മക്കദോന്യക്കാരനായിട്ടുള്ള ഒരു പുരുഷൻ വന്ന് പൗലോസിനോട് ദർശനത്തിൽ ആവശ്യപ്പെടുകയാണ്, നീ മക്കദോന്യയ്ക്ക് വന്ന് ഞങ്ങളെ സഹായിക്കാം. കം ഓവർ ടു മാസിഡോണിയ ആൻഡ് ഹെൽപ്പ് us. ഈ ദർശനത്തിന് പൗലോസ് നൽകുന്നതായിട്ടുള്ള ഒരു മറുപടി അല്ലെങ്കിൽ പുത്തൻ ബോധ്യമാണ് ഇന്ന് ഞാൻ കുറിവാക്യമായിട്ട് ഇവിടെ ആവർത്തിച്ച 10ാമത്തെ വാക്യം. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: സുവിശേഷം അറിയിക്കുവാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു. ഉടനെ മക്കദോന്യയ്ക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു. പ്രിയരെ, ആഴമായ ദർശന ബോധ്യവും ഒരു തിടുക്ക ബോധവുമാണ് പൗലോസിൻ്റെ ഈ വാക്കുകളിൽ നിഴലിക്കുന്നത്. ക്ലാരിറ്റി ഓഫ് വിഷൻ ആൻഡ് എ സെൻസ് ഓഫ് ഏർജൻസി ഫോർ ഗോഡ്സ് മിഷൻ. അടഞ്ഞ വാതിലുകൾ പലപ്പോഴും സുവിശേഷത്തിന് ഒരു തടസ്സമായിട്ട് ഉയരുന്നതായിട്ടുള്ള പരിസരം. സമകാലിക ജീവിത സാഹചര്യങ്ങളിലും അത്തരത്തിലുള്ള പരിസരങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ യൂറോപ്പിലേക്കുള്ള ദൗത്യം ഒരു പുത്തൻ സരണിയായിട്ട് ഈ വേദഭാഗത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. എന്തിനു വേണ്ടിയാണ് കൺവെൻഷനുകൾ? ഇന്ന് തന്നെ മാർത്തോമാ സഭയുടെ വിവിധ ഭദ്രാസനങ്ങളിൽ രാത്രി യോഗങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള സമയമാണ്. കൺവെൻഷനുകളുടെ ഒരു അതിപ്രസരം ഈ കാലഘട്ടങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ലാത്ത സംഗതിയാണ്. സമകാലിക ദേശീയ സാഹചര്യങ്ങൾ അത്ര പഥ്യമല്ലാതെ മാറുന്നതായിട്ടുള്ള സമയത്ത് വാട്ട് ഈസ് ദ റെലവൻസ് ഓഫ് ദീസ് കൺവെൻഷൻസ്? പ്രിയരെ, കൺവെൻഷനുകളും വചന കേൾവിയും ഒരു പുതുക്കം നമ്മളിൽ വരുത്തുവാൻ, എ റിന്യൂവൽ ഇൻ അവർ വിഷൻ ആൻഡ് എ റിന്യൂവ്ഡ് ഫോക്കസ് ഫോർ മിഷൻ, ഇത് സാധ്യമായി തീരേണ്ടത് ആവശ്യമായിരിക്കുന്ന സംഗതിയാണ്. ഇവിടെ പൗലോസ് അപ്പോസ്തലനാണ് പറയുന്നത്, സുവിശേഷം അറിയിക്കുവാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു. ഒരു തുടക്കക്കാരൻ്റെ സാക്ഷ്യമല്ല ഈ വാക്യം. കർത്താവിന് വേണ്ടി ഉൽക്ക പോലെ എരിഞ്ഞ ഒരു ലാപ്പ് ഓട്ടം പൂർത്തീകരിച്ചതായിട്ടുള്ള പൗലോസ് വീണ്ടും പറയുകയാണ്, ദൈവം എന്നെ സുവിശേഷത്തിനായിട്ട് വിളിച്ചിരിക്കുന്നു. എ റിന്യൂവ്ഡ് കമ്മിറ്റ്മെൻറ്റ്, സമർപ്പണത്തിലെ ഒരു പുതുക്കമാണ്. ഈ ഒരു ബോധ്യമാണ് യൂറോപ്പിലേക്കുള്ള സുവിശേഷ മുന്നേറ്റത്തിന് കാരണമായിട്ട് മാറുന്നത്. താഴോട്ടുള്ള വാക്യങ്ങളിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ത്രോവാസിൽ നിന്ന് സമത്രയിലേക്കും നവപ്പൊലിയിലേക്കും ഫിലിപ്പിയിലേക്കും പൗലോസും കൂട്ടരും സുവിശേഷവുമായിട്ട് പോവുകയാണ്. മക്കദോനിയയിലുള്ള ഒരു പ്രധാന പട്ടണമാണ് ഫിലിപ്പിയ. വേദപുസ്തകം പറയുന്നു, റോമാക്കാർ കുടിയേറി പാർത്തതായിട്ടുള്ള ഇടം. പ്രിയരെ, പ്രതിസന്ധികളുടെ മധ്യത്തിലുള്ള ഒരു ഭൂമിശാസ്ത്രപരമായ ജിയോഗ്രഫിക്കലായിട്ടുള്ള ഷിഫ്റ്റിനെ കുറിച്ചല്ല ഇന്ന് രാത്രി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ പൗലോസ് നൽകുന്നതായിട്ടുള്ള ചില ഊന്നലുകൾ, ചില ദിശാബോധം, ചില ശൈലികൾ, സംവേദനങ്ങൾ, ചില സാക്ഷ്യങ്ങൾ, ചില നിലപാടുകൾ. അതുകൊണ്ട് ഇന്ന് രാത്രി പൗലോസിൻ്റെ മക്കദോന്യ മിഷനിലെ 4 സാക്ഷ്യ മേഖലകൾ നിങ്ങളുമായിട്ട് പങ്കിടുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പൗലോസിൻ്റെ 4 സാക്ഷ്യ മേഖലകൾ. മക്കദോന്യ മിഷനിൽ ഏർപ്പെടുന്നതായിട്ടുള്ള പൗലോസ് ഫിലിപ്പിയിൽ എത്തുന്ന അവസരത്തിൽ 16-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, ശബത്ത് നാളിൽ ഗോപുരത്തിന് പുറത്തേക്ക് ഞങ്ങൾ പോയി ഒരു പ്രാർത്ഥനാലയം അന്വേഷിച്ചിറങ്ങിയതായിട്ടുള്ള അവസരത്തിൽ ഞങ്ങൾ എത്തിച്ചേരുന്നത് പുഴവക്കത്താണ്. അവിടെ കൂടി വന്ന സ്ത്രീകളോട് ഈ പൗലോസും കൂട്ടരും സുവിശേഷത്തിൻ്റെ സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ്.
ഒന്ന്, ഈ വേദഭാഗം നമ്മുടെ മുമ്പിൽ വെക്കുന്നതായിട്ടുള്ള സന്ദേശം പൊതു ഇടങ്ങളിലെ സാക്ഷ്യത്തിലേക്കുള്ള ഒരു ദർശനമാണ്. മിഷൻ ഇൻ ദി പബ്ലിക് പ്ലേസ്. ആലയം അന്വേഷിച്ച് ഇറങ്ങുന്നതായിട്ടുള്ള പൗലോസിനും കൂട്ടർക്കും നിയതമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഘടനയിൽ, നിശ്ചിതമായിട്ടുള്ള ഒരു അടഞ്ഞ ഇടങ്ങളിലോ അല്ല ഈ സുവിശേഷം പങ്കുവെക്കുന്നത്. എന്നാൽ പുഴക്കടവിൽ യൂറോപ്പിലെ ആദ്യ വിശ്വാസി എന്ന് വിശേഷിപ്പിക്കാവുന്ന ലുദിയയോടും കൂട്ടരോടും ഈ പൗലോസ് സുവിശേഷത്തിൻ്റെ വർത്തമാനം അറിയിക്കുകയാണ്. തുയത്തൈര പട്ടണക്കാരിയാണ്, രക്താംബരം വിൽക്കുന്നവളാണ്, ദൈവഭക്തയായിട്ടുള്ള ഒരു വനിതയാണ്. പൗലോസിൻ്റെ സംഭാഷണത്തിലൂടെ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ പകർന്നു നൽകുവാൻ, സുവിശേഷത്തെ നൽകുവാൻ ഈ പൗലോസിനും കൂട്ടർക്കും സാധിക്കുന്നു. വേദഭാഗം ഓർപ്പിക്കുന്നു, ദൈവം ലുദിയയുടെ ഹൃദയത്തെ തുറന്നു. വീട്ടിലേക്ക് ഈ സുവിശേഷകനെ ക്ഷണിക്കുന്നു. ഫിലിപ്പിയ സഭയുടെ വിത്തുപാകിയത് പുഴക്കടവിലെ സാക്ഷ്യത്തിലാണ്. ചെറിയ ചെറിയ സംഭാഷണങ്ങളിൽ, ചെറിയ ചെറിയ വർത്തമാനങ്ങളിൽ ക്രിസ്തുവിനെ പകരുവാൻ സാധിക്കുന്ന പുഴക്കടവിലെ സാക്ഷ്യമാണ് ഈ വേദഭാഗത്തൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഞാൻ നിങ്ങളും പലപ്പോഴും സുവിശേഷവും സുവിശേഷത്തിൻ്റെ ഇടപെടലുകളും കൺവെൻഷൻ പന്തലുകളിലും പള്ളിക്കുള്ളിലും മാത്രമായി അവസാനിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഈ വേദഭാഗം നമ്മെ ഓർപ്പിക്കുന്നു, ക്യാരി ഗോസ്പൽ ടു ദി പബ്ലിക് സ്പേസ്. ഇന്ന് മെഗാ കൺവെൻഷനുകളുടെ കാലമാണ്. കണ്ണഞ്ചിപ്പിക്കുന്നതായിട്ടുള്ള വെട്ടവും കാതടുപ്പിക്കുന്നതായിട്ടുള്ള ശബ്ദവും, ഭീമാകാരമായിട്ടുള്ള കട്ടൗട്ടും ബാനറുകളും പോസ്റ്ററുകളും PR വർക്കും മീഡിയ ഇൻഫ്ലുവൻസും, ഈവൻ മാനേജ്മെന്റ് പോലും കൺവെൻഷന് വേണ്ടി ഉപയോഗിക്കുന്ന സുവിശേഷ പ്രഘോഷകരുടെ കാലത്ത് നമ്മുടെ മുമ്പിൽ ഈ വേദഭാഗം വെക്കുന്ന ഒന്നാമത്തെ വെല്ലുവിളി, അവർ വിറ്റ്നസ് ഇൻ പബ്ലിക് സ്പേസ്. പൊതു ഇടങ്ങളിലെ സംഭാഷണങ്ങൾ സുവിശേഷമാകണം. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ പകർന്നു നൽകുവാൻ സാധിക്കുന്ന രീതിയിൽ അനൗപചാരികയിൽ പകരപ്പെടേണ്ടതായിട്ടുള്ള സുവിശേഷം. ഗോസ്പൽ അറ്റ് ഇൻഫോർമൽ പ്ലേസസ്. ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ സുവിശേഷ വർത്തമാനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. സുവിശേഷം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുവാൻ ഇടയാകണം. അഭിവന്യ മെത്രാപ്പോലിത്ത തിരുമേനി ഉപയോഗിച്ച ഒരു വാചകം ഇപ്രകാരമാണ്, ലിവ് ദ ഗോസ്പൽ. ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ ഒരു പക്ഷേ അത് ഇൻഫോർമലായിരിക്കാം, അനൗപചാരികതയിലായിരിക്കാം. അനുദിന ജീവിത സാഹചര്യങ്ങളിൽ സുവിശേഷം ഒരു വർത്തമാനമായിട്ട് മാറുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെയും പരിസരങ്ങളെയും സ്വാധീനിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ലാത്ത സംഗതിയാണ്. ഇങ്ങനെ അനൗപചാരികയിൽ ആരംഭിച്ചതായിട്ടുള്ള സുവിശേഷത്തിൻ്റെ സംഭാഷണങ്ങൾ വലിയ വലിയ സുവിശേഷ മുന്നേറ്റങ്ങൾക്ക് കാരണമായിട്ട് തീർന്നിട്ടുണ്ട്. 1940കളുടെ അവസാന പാദത്തിൽ ബാംഗ്ലൂർ പ്രിംറോസ് റോഡ് മാർത്തോമ ഇടവക വികാരിയായിരുന്ന ഭാഗ്യസ്മരണീയനായിട്ടുള്ള ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാപ്പോലിത്ത തിരുമേനി, MG ചാണ്ടി അച്ഛൻ അന്ന് അവിടെ വികാരിയായിരുന്നു. തിരുമേനിയുടെ ആത്മകഥയായ ദൈവകൃപയുടെ തണലിൽ എന്ന പുസ്തകത്തിൻ്റെ 79ാമത്തെ പേജിൽ തിരുമേനി കുറിക്കുന്നതായിട്ടുള്ള ഈ സുവിശേഷ സംസാരത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് കബൺ പാർക്ക് ഫെലോഷിപ്പ് എന്നറിയപ്പെടുന്നതായിട്ടുള്ള ഒരു കൂടിവരവ് എല്ലാ ആഴ്ചയുടെയും വ്യാഴാഴ്ച വൈകിട്ട് ഈ പാർക്കിലെ ഒരു മരച്ചുവട്ടിൽ അവർ സമ്മേളിക്കും. ഗഹനമായിട്ടുള്ള വിഷയങ്ങളൊന്നുമില്ല. അവിടെ കൂടി വന്നതായിട്ടുള്ള ആളുകൾ ഒരുമിച്ച് സുവിശേഷത്തിൻ്റെ വർത്തമാനങ്ങളിൽ ഏർപ്പെടുകയാണ്.
ചില പേരുകൾ ആ പുസ്തകത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സർവശ്രീമാന്മാരായ KT ഏബ്രഹാം, EV മാത്യു, CT ഏബ്രഹാം ആൻഡ് C ഡാനിയൽ. ഇവരുടെ വർത്തമാനം വൈകുന്നേരങ്ങളിൽ സുവിശേഷത്തെക്കുറിച്ചുള്ള വർത്തമാനമാണ്. അവർ ചേർന്ന് വന്ന് ഇങ്ങനെയുള്ള സംഭാഷണങ്ങളിലും പ്രാർത്ഥനകളിലും ഏർപ്പെട്ടതായിട്ടുള്ള അവസരത്തിൽ സേവനത്തെക്കുറിച്ചും സാക്ഷ്യത്തെക്കുറിച്ചും ശക്തമായിട്ടുള്ള ആഹ്വാനം ഇവരിൽ സംജാതമായി. ഈ ഒരു വലിയ ആഹ്വാനത്തിലാണ് ഒരു വില്ലേജ് മിഷൻ ആരംഭിക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഇന്ന് കാണുന്നതായിട്ടുള്ള ഹോസ്കോട്ടെ മിഷൻ രൂപപ്പെടുന്നതും വളർന്ന് ഇപ്രകാരം വികസിതമായിട്ട് മാറുന്നതും. അതിനോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് സമർപ്പിതരായിട്ടുള്ള 2 പേർ സുവിശേഷത്തെക്കുറിച്ച് പമ്പയുടെ തീരങ്ങളിലുള്ള വർത്തമാനത്തിൽ നിന്ന് ജീവിതം സമർപ്പിച്ചതായിട്ടുള്ള CMS ഹൈസ്കൂൾ അധ്യാപകനായിരുന്ന കുറിയന്നൂർ അത്തി നിൽക്കുന്നതിൽ ശ്രീ AC സക്കറിയ അവറുകൾ പിന്നീട് സക്കറിയാച്ചനായി. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിച്ചിരുന്നതായിട്ടുള്ള മാരാമൺ സ്വദേശി മനോൻ ശ്രീ MD ജോസഫ് അവറുകൾ ജോലി ഉപേക്ഷിച്ച് സുവിശേഷ വർത്തമാനത്താൽ സ്വാധീനിക്കപ്പെട്ട് കോളാറിൽ പോയി അഭ്യസനം നടത്തി. അവർ പിന്നീട് ഈ കബൺ പാർക്ക് ഫെലോഷിപ്പ് ഗ്രൂപ്പുമായിട്ട് ചേർന്ന് ഹോസ്കോട്ട മിഷൻ്റെ വളർച്ചയ്ക്ക് വലിയ സേവനം നൽകുന്നതായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. പ്രിയരെ, ഇപ്പോൾ ഏകദേശം 8 പതിറ്റാണ്ടുകൾ പിന്നിടുന്ന അവസരത്തിൽ വളരെ ബൃഹത്തായിട്ട് വളർന്ന് വികസിക്കുവാൻ ഹോസ്കോട്ട മിഷന് സാധിച്ചത് ചാപ്പലുകളായി, മിഷൻ കേന്ദ്രങ്ങളായി, ആശുപത്രിയായി, കുഷ്ഠരോഗ നിവാരണ കേന്ദ്രമായി, വയോജന മന്ദിരമായി, നഴ്സിംഗ് കോളേജായി, സുവിശേഷക പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ടായി വളരുവാൻ സാധ്യമായത് കബൺ പാർക്കിലെ സുവിശേഷ വർത്തമാനങ്ങളാണ്. ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നതായിട്ടുള്ള പരിസരങ്ങളിൽ സുവിശേഷത്തിൻ്റെ വർത്തമാനം സാധ്യമാകേണ്ടത് വളരെ ആവശ്യമാണ്. സംഘങ്ങൾ മാത്രമല്ല, വ്യക്തികൾ ഇങ്ങനെയുള്ള സുവിശേഷ വർത്തമാനങ്ങളിലും സുവിശേഷ വിഹിത ജീവിതത്തിലും അനേകരെ സ്വാധീനിപ്പാൻ, അനേകം വലിയ ശുശ്രൂഷകളിലേക്ക് അനേകരെ നയിക്കുവാൻ കാരണമായിട്ട് തീർന്നിട്ടുണ്ട്. ജാനുവരി മാസം പുറത്തിറങ്ങിയതായിട്ടുള്ള മലങ്കര സഭാതാരകയിൽ ഡോക്ടർ മാത്യു ഡാനിയൽ അച്ഛൻ എഴുതിയതായിട്ടുള്ള സൗമ്യ ദീപ്തമായ സഞ്ചാരപദങ്ങൾ എന്ന തലക്കെട്ടിൽ വരുന്നതായിട്ടുള്ള കുറിപ്പിൽ ഡോക്ടർ T ജോൺ സാറിനെ കുറിച്ച് അച്ഛൻ എഴുതിയിട്ടുണ്ട്. വെൺമണി സ്വദേശിയാണ്. അമേരിക്കയിലെ ഉപരിപഠനം കഴിഞ്ഞ് നാട്ടിലെത്തിയതിനു ശേഷം കീഴിലം സെന്റ് തോമസ് സ്കൂളിലും കോട്ടയം സെമിനാരി ഹൈസ്കൂളിലും അതിലുപരി മാർത്തോമ വൈദിക സെമിനാരിയിലും അധ്യാപകനായിട്ട് ശുശ്രൂഷ നിർവഹിച്ചു. സാറിനെ കുറിച്ച് പറയുന്നത് സൗമ്യ ദീപ്ത ജീവിതം. ഒരു ശിക്ഷണ നയമുണ്ടായിരുന്നു. ജീവിതത്തിലും പ്രവർത്തന ശൈലിയിലും അത് സാറ് അനുവർത്തിച്ചിരുന്നു. 35 വർഷം അധ്യാപക ശുശ്രൂഷ നിർവഹിച്ചതായിട്ടുള്ള ഡോക്ടർ T ജോൺ സാർ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തെക്കുറിച്ച് പറയുന്നു, ധന്യമായിരുന്ന ജീവിതം, മൂല്യാധിഷ്ഠിതമായിരുന്നു. സാറ് പറയുന്നുണ്ട്, 35 വർഷത്തെ തൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നതിന് ഒരു വിദ്യാർത്ഥിയെ പോലും സാർ നിർബന്ധിച്ചില്ല. എന്നാൽ വിദ്യാർത്ഥികളിൽ പലരും ക്രിസ്തുവിൻ്റെ അനുയായികളാകുന്നതിന് സാറിൻ്റെ ക്ലാസ്സുകൾ പ്രചോദനം നൽകി. കീഴിലം സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്ന മാർക്സിസ്റ്റ് താത്വികാചാര്യൻ ശ്രീ P ഗോവിന്ദപിള്ള അവറുകൾ ജോൺ സാറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് 2 കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള വാചകമാണ്, 1 വേദപുസ്തക പ്രേമം, 2 ഇംഗ്ലീഷ് പ്രേമം. ഈ ആർട്ടിക്കിളിൽ അച്ഛൻ എഴുതുന്നു സാറിൻ്റെ വാക്കുകളായി, ഇവ 2ഉം തടവറയിലും ഒളിവിലും തെളിവിലും എനിക്ക് സന്തത സഹചാരിയായിരുന്നു. പ്രിയരെ, പന്തലിൽ അവസാനിപ്പിക്കേണ്ടതല്ല സുവിശേഷം. സുവിശേഷ വർത്തമാനങ്ങൾ അനുദിന ജീവിത സാഹചര്യങ്ങളിലേക്ക് കടക്കുവാൻ അനുവദിക്കുന്നതായിട്ടുള്ള അവസരത്തിലാണ് സുവിശേഷത്തിൻ്റെ വ്യാപനവും ദൗത്യത്തിൻ്റെ വിപുലീകരണവും സാധ്യമായിട്ട് തീരുന്നത്.
ഇന്ന് വേദികളിലും വീഥികളിലും കപടവേഷം കെട്ടുന്ന ആധുനിക പ്രവാചകന്മാരുടെ കാലത്ത് സുവിശേഷ വർത്തമാനങ്ങളുള്ള നല്ല ജീവിതങ്ങൾ നമ്മുടെ പരിസരങ്ങളിൽ ഉണ്ടാകുവാനായിട്ട് ഇടയാകേണ്ടത് ആവശ്യമായിരിക്കുന്ന സംഗതിയാണ്. E.J. ജോർജസിനെ കുറിച്ച് ഓർക്കുന്ന അവസരത്തിൽ അച്ഛനെക്കുറിച്ച് പറയുന്നതായിട്ടുള്ള ഒരു വാചകം ഇപ്രകാരമുണ്ട്: അച്ഛൻ്റെ പ്രവർത്തന ശൈലിയെ, സുവിശേഷ ശൈലിയെ ഒപ്പിയെടുത്ത് എഴുതിയതായിട്ടുള്ള അവസരത്തിൽ ഒരു എഴുത്തുകാരൻ ഇങ്ങനെ പറയുന്നു: സാമൂഹിക സന്ദർശനങ്ങളാണ് അച്ഛനെ സംബന്ധിച്ച് സുവിശേഷത്തിൻ്റെ എൻട്രി പോയിന്റ്. അച്ഛന് വേദികളുടെ ആവശ്യമില്ല, കമാനങ്ങൾ കെട്ടിയ വീഥികൾ അച്ഛൻ പ്രതീക്ഷിച്ച് നിൽക്കാറില്ല. കാണുന്ന എല്ലാവരോടും സുവിശേഷ വർത്തമാനം പറഞ്ഞ ഇലക്കാട്ടുകടുപ്പിൽ E.J. ജോർജ് അച്ഛനെക്കുറിച്ച് പട്ടത്വത്തിൻ്റെ ജൂബിലി വാല്യമായി പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന് പേരിട്ടിരിക്കുന്നത് സുവിശേഷത്തിൻ്റെ കാവൽ ഭടൻ എന്നുള്ള പേരിലാണ്. പ്രിയരെ, ഞാനും നിങ്ങളും ജീവിക്കുന്ന ലോകത്ത് എപ്പോഴാണ് നമ്മുടെ വർത്തമാനങ്ങളിൽ സുവിശേഷം ഒരു ഘടകമായിട്ട് മാറുന്നത്? ഇന്ന് വർത്തമാനങ്ങൾ വർദ്ധിച്ചിട്ടുണ്ടെന്നാൽ വേണ്ട വിധത്തിൽ സുവിശേഷം വർത്തമാനത്തിൻ്റെ ഉള്ളടക്കമായി മാറുന്നില്ല എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പരിതാപകരമായിട്ടുള്ള സംഗതി. ആധുനിക പുഴക്കടവുകൾ തിരിച്ചറിയുവാനായിട്ട് സാധിക്കേണ്ടത് ആവശ്യമാണ്. ഒരുപക്ഷെ നമ്മളുടെ അയൽപക്കമാകാം, മൈതാനങ്ങളാകാം, കഫേകളാകാം, കളിസ്ഥലങ്ങളാകാം, ഓഫീസ് സ്പേസുകളാകാം, ക്യാമ്പസുകൾ ആകാം, ഒരുപക്ഷെ ഓൺലൈൻ സ്പേസസ് ആകാം, രാഷ്ട്രീയ വ്യാപാര ഇടങ്ങളാകാം. പ്രിയരെ, കൺവെൻഷൻ നൽകേണ്ട പ്രേരണ, സുവിശേഷ വർത്തമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സാധ്യമായി തീരണം. ഇന്ന് വർത്തമാനങ്ങൾ വർദ്ധിപ്പിച്ചു, എന്നാൽ ഉള്ളടക്കത്തിൽ വല്ലാത്ത വ്യതിക്രമങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഗോസിപ്പുകളായി, അസൂയയായി, പൊങ്ങച്ചങ്ങളും അശ്ലീല ഭാഷണവുമായി സംഭാഷണങ്ങൾ തരം താഴുമ്പോൾ, അപരവിദ്വേഷങ്ങളും വെറുപ്പിൻ്റെ ഭാഷയും കടന്നു കയറുമ്പോൾ പൗലോസ് നമ്മെ ഓർപ്പിക്കുന്നു: പൊതു ഇടങ്ങൾ സുവിശേഷ വർത്തമാനത്താൽ, സുവിശേഷ ജീവിതത്താൽ സാക്ഷ്യം നിലനിർത്തുന്ന ഇടങ്ങളായിട്ട് മാറ്റണം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ശമരിയാക്കാരി സ്ത്രീ യേശുക്രിസ്തുവുമായിട്ട് കിണറ്റരികിൽ നടത്തുന്ന സംഭാഷണമാണ് മശിഹായെ തിരിച്ചറിയുന്നതിന് ശമരിയാക്കാരിയെ സഹായിക്കുന്നത്. ബോവസിൻ്റെ വയലിൽ കാലാ പറക്കുന്ന അവസരത്തിൽ രൂത്ത് തൻ്റെ വീണ്ടെടുപ്പുകാരനെയും അടുത്ത ചാർച്ചക്കാരനെയും തിരിച്ചറിയുകയാണ്. പ്രിയരെ, നമ്മുടെ സാക്ഷിയിടങ്ങൾ പുനർനിർവചിക്കപ്പെടണം. ടേക്ക് ഗോസ്പൽ ടു എവരിഡേ സ്പേസസ്. അനുദിന ജീവനയിടങ്ങളിൽ സുവിശേഷം ഒരു വിഷയമാകുന്ന ജീവിതശൈലിയിലേക്ക് പരിവർത്തിക്കുന്ന അവസരത്തിലാണ് കൺവെൻഷനുകളും വചനകേൾവിയും അനുഗ്രഹമായിട്ട് നേരുന്നത്. കൺഫ്രണ്ടേഷൻ അല്ല കോൺവെർസേഷൻ, ആർഗ്യുമെൻ്റ് അല്ല അറ്റൻറ്റീവ്നെസ്, പവറിലല്ല പ്രസൻസിൽ സുവിശേഷം പകരുവാൻ ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ബോധ്യം നമ്മെ ഭരിപ്പാനായിട്ട് ഇടയായിട്ട് തീരണം. സുവിശേഷം പള്ളിയിൽ മാത്രം പറയുവാനുള്ളതല്ല, അനുദിന ജീവിത സാഹചര്യങ്ങളിൽ, പൊതു ഇടങ്ങളിൽ പകരപ്പെടുവാൻ നമ്മുടെ സംഭാഷണങ്ങൾ, ഔദ്യോഗികമായിട്ടുള്ള ഇടപെടലുകൾ, വ്യാപാരങ്ങൾ, ശുശ്രൂഷകൾ മുഖാന്തരമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 2, പൗലോസും കൂട്ടരും കടന്നു പോകുന്നത് ആരാധനാ ഇടത്തിലേക്കാണ്. ഈ വേദഭാഗം വായിക്കുന്ന അവസരത്തിൽ അതിൻ്റെ 16-ാം വാക്യത്തിൽ പൗലോസും കൂട്ടരും ആരാധനാ സ്ഥലത്തേക്ക്, പ്രാർത്ഥനാ ഇടത്തിലേക്ക് ചെല്ലുകയാണ്. പ്രാർത്ഥനാ ഇടത്തിലെ സാക്ഷ്യമാണ് രണ്ടാമത് ധ്യാനിക്കുന്നതായിട്ടുള്ള സംഗതി. അവിടെ ഈ പൗലോസിനെയും കൂട്ടരെയും എതിരേൽക്കുന്നത് വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറയുന്ന, യജമാനന്മാർക്ക് ലാഭം വരുത്തുന്നതായിട്ടുള്ള ഒരു ബാല്യക്കാരി. ഒരു പ്രാർത്ഥനാലയത്തിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കണമോ, ഒരു ആരാധനാ ഇടത്ത് നിന്ന് എന്ത് പ്രതീക്ഷിക്കണമോ, അതിന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ലക്ഷണങ്ങളാണ് ഈ പ്രാർത്ഥനാലയത്തിൽ പൗലോസും കൂട്ടരും കാണുന്നത്.
പ്രാർത്ഥനാ ഇടങ്ങൾ, ആരാധനയുടെ അവസരങ്ങൾ, ഇറ്റ് ഈസ് ഫോർ സ്പിരിച്വൽ എഡിഫിക്കേഷൻ. എന്നാൽ ഇവിടെ നടക്കുന്നത് ഇറ്റ് ഈസ് സ്പിരിച്വൽ എക്സ്പ്ലോയിറ്റേഷൻ. ആത്മീക വർധനവ് വരുത്തേണ്ടതായിട്ടുള്ള ഇടങ്ങൾ ആത്മീകമായി ചൂഷണത്തിൻ്റെ ഇടങ്ങളായിട്ട് മാറുന്ന ഒരു പ്രത്യേക സാഹചര്യത്തെയാണ് പൗലോസും കൂട്ടരും ഇവിടെ കൺഫ്രണ്ട് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. 3 പ്രത്യേകതകൾ ഈ സ്ഥലം നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. ഒന്ന്, ആത്മീകതയെ കച്ചവടമാക്കി മാറ്റുന്ന ഒരു സംസ്കാരം. ലാഭത്തിനു വേണ്ടി സുവിശേഷത്തെ, ലാഭത്തിനു വേണ്ടി ആത്മീകതയെ ഉപയോഗിക്കുകയാണ്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, യജമാനന്മാർക്ക് ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരിയെയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. പൗലോസിനെയും കൂട്ടരെയും കാണുന്ന അവസരത്തിൽ ഈ ബാല്യക്കാരിയായിട്ടുള്ള സ്ത്രീ പറയുന്നു, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, അവർ രക്ഷാവചനം അറിയിക്കുന്നവർ. അതായത് സ്വകാര്യ നേട്ടങ്ങൾക്ക് വേണ്ടി, ലാഭത്തിന് വേണ്ടി ദൈവവചനത്തെ ദുരുപയോഗം ചെയ്യുന്നതായിട്ടുള്ള ആത്മീകതയുടെ ഇടമായിട്ട് ഈ സ്ഥലത്തെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 3, ഇവളിലുള്ള ദുരാത്മാവ് ഇവളുടെ ആളത്വത്തെയും അന്തസ്സിനെയും ഇല്ലായ്മ ചെയ്യുന്നതായിട്ടുള്ള ഒരു സാഹചര്യം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയരെ, മക്കതോന്യ സഭയിൽ കടന്നുകൂടിയിട്ടുള്ളതായ പ്രതിസന്ധികൾ, അതിൻ്റെ 3 ലക്ഷണങ്ങളാണ് ഈ ആരാധന ഇടം, പ്രാർത്ഥനാ ഇടം ഈ വേദഭാഗത്തിലൂടെ നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത്. ഇവിടെ പൗലോസിൻ്റെ സാന്നിധ്യം, പൗലോസിൻ്റെയും സുവിശേഷകരുടെയും സാന്നിധ്യം, ഇറ്റ് ഹാസ് ബിക്കം എ തെറാപ്യൂട്ടിക് പ്രസൻസ്. ഒരു സൗഖ്യദായക, സുഖം വരുത്തുന്ന, പരിവർത്തനം സൃഷ്ടിക്കുന്നതായിട്ടുള്ള ഒരു പ്രത്യേക സ്ഥിതിവിശേഷമാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇപ്രകാരം ആദായം വരുത്തുന്ന ആത്മീകത, ദൈവവചനത്തെ ദുരുപയോഗം ചെയ്യുന്ന ആത്മീകത, അതിലുപരി ആളത്വത്തെയും അന്തസ്സിനെയും നശിപ്പിക്കുന്ന ആത്മീകത, ഇത് കാണുന്നതായിട്ടുള്ള അവസരത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് 18-ാം വാക്യത്തിൽ, ഇത് കണ്ടതിന് ശേഷം പൗലോസും കൂട്ടരും മുഷിഞ്ഞു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഗ്രേറ്റ്ലി അനോയിഡ്. സാധാരണ നേട്ടമുള്ളത് കേൾക്കുമ്പോൾ 10 പുത്തൻ ഉണ്ടാക്കുവാനുള്ള പരസ്യവാചകം കേൾക്കുന്ന അവസരത്തിൽ പുളകം കൊള്ളുന്ന ആത്മീക നേതാക്കളുടെ ഒരു കാലഘട്ടമാണ്. എന്നാൽ പൗലോസിൻ്റെ പ്രതികരണം ചൂഷണാത്മകമായിട്ടുള്ള ആത്മീകതയുടെ മുമ്പിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവളിലുള്ള ഭൂതത്തോട്. മറ്റൊരു പരിഭാഷയിൽ ഇപ്രകാരമാണ്, അയാൾ ബാധയുടെ നേർക്ക് തിരിഞ്ഞ് അവളെ സുഖപ്പെടുത്തുന്നതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. പ്രിയരെ, ആദായം വരുത്തുന്ന എല്ലാത്തിനോടും പഥ്യം പുലർത്തുന്ന, മമത സൂക്ഷിക്കുന്ന ഒരു പ്രത്യേക ആത്മീകതയിലാണ് പലപ്പോഴും ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്നാൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പൗലോസ് സ്വീകരിക്കുന്ന മാർഗം, അതിൽ നിന്ന് പുറത്തു വരുവാനുള്ള ആഹ്വാനവും, തിന്മകളോട് വിട്ടുപോ എന്ന് പറയുന്നതായിട്ടുള്ള ധൈര്യവുമാണ് പൗലോസിൽ നിഴലിക്കുന്നതായിട്ട് കാണുന്നത്. എന്തിനേയും ആദായപ്പെടുത്തുന്ന, ലാഭം വർദ്ധിപ്പിക്കുന്ന, സ്വകാര്യ നേട്ടങ്ങൾക്ക് വേണ്ടി മതത്തെയും ആത്മീയതയെയും ദുരുപയോഗം ചെയ്യുന്ന ഒരു പരിസ്ഥിതിയിലാണ് ഞാനും നിങ്ങളും ഇന്ന് എത്തപ്പെട്ടിരിക്കുന്നത്. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇതെല്ലാം ആത്മീയ ഇടങ്ങളും ആരാധനാ ഇടങ്ങളും കീഴടക്കുന്ന, കൈവശപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു പ്രത്യേക പ്രതിസന്ധി. ഉദാഹരണങ്ങൾ കൊണ്ട് സമർത്ഥിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. When spirituality becomes profitable, it stops being prophetic. പ്രവാചക സാന്നിധ്യമാകേണ്ടതാണ് സുവിശേഷം. എന്നാൽ പ്രവാചക സാന്നിധ്യമാകേണ്ട സുവിശേഷം പലപ്പോഴും പ്രോഫിറ്റിൻ്റെ മുമ്പിൽ, ലാഭത്തിൻ്റെ മുമ്പിൽ, നേട്ടങ്ങളുടെ മുമ്പിൽ പല രീതിയിൽ ആദായം കൈവരുന്ന അവസരത്തിൽ നിശബ്ദമായി പോകുന്ന പ്രവാചക സാന്നിധ്യങ്ങളാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രതിസന്ധി. അനീതിയുടെ ഘടനകളോട് പങ്കുചേരുന്ന ദൗത്യ നിർവഹണം അപകടമാണെന്നുള്ള സൂചനയാണ് ഈ വേദഭാഗം നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. അവർ വിറ്റ്നസ് ഇൻ വർഷിപ്പ് പ്ലേസ്,
ആരാധനാ ഇടങ്ങളിൽ, ആത്മീയ ഇടങ്ങളിൽ സ്വീകരിക്കേണ്ടതായിട്ടുള്ള ചില നിലപാടുകൾ, അതിന് അയവ് വരുത്തുന്നതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളെ വിചിന്തനം ചെയ്യുവാനുള്ള ഒരു ആഹ്വാനം ഈ വേദഭാഗം നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. നേട്ടം വാഗ്ദാനം ചെയ്യുന്ന, ഭയം വിതറി പണം കൊയ്യുന്ന, അത്ഭുതങ്ങൾ ഉറപ്പാക്കി ഭക്തിയെ സൃഷ്ടിക്കുന്ന, സാധുക്കളെയും കുഞ്ഞുങ്ങളെയും കുടിയേറ്റക്കാരെയും ചൂഷണം ചെയ്യുന്ന ആത്മീയത വർദ്ധിച്ചു വരുന്ന പരിസരത്തിൽ ഒരു പുത്തൻ ശൈലിയിലേക്ക്, സാക്ഷ്യ ഇടങ്ങളിലേക്ക് ഈ ഭാഗം നമ്മെ ക്ഷണിക്കുന്നുണ്ട്. കൊരിന്ത്യർക്ക് ലേഖനം എഴുതുന്ന അവസരത്തിൽ 2-ാം ലേഖനം അതിൻ്റെ 8-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മക്കതോന്യ സഭയിൽ വന്നതായിട്ടുള്ള പരിവർത്തനം ഈ വാക്യങ്ങളിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭക്കാരോട് പറയുന്നു, സഹോദരന്മാരെ, മക്കതോന്യ സഭയ്ക്ക് ലഭിച്ച ദൈവകൃപ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടതയെന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു. പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധയാ കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി. പൗലോസിനെ എതിരേറ്റതായിട്ടുള്ള മക്കതോന്യ സഭയുടെ ആരാധനാ ഇടം ലാഭം മുൻനിർത്തി ആത്മീയതയെ ദുരുപയോഗം ചെയ്ത് വചനത്തെ ഡയല്യൂട്ട് ചെയ്തതായിട്ടുള്ള സാഹചര്യമായിരുന്നെങ്കിൽ, പൗലോസിൻ്റെ സാന്നിധ്യം മക്കതോന്യ സഭയിൽ വരുത്തിയതായിട്ടുള്ള പരിവർത്തനമാണ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ എഴുത്തുകാരനായിട്ടുള്ള പൗലോസ് ഓർപ്പിക്കുന്നത്. പ്രിയരെ, അപജയങ്ങളുണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്നത് തന്നെ പുണ്യമായിട്ടുള്ള സംഗതിയാണ്. ധനത്തിന് മുമ്പിൽ, ലാഭത്തിന് മുമ്പിൽ, സ്വകാര്യ നേട്ടങ്ങൾക്ക് മുൻപിൽ ആത്മീയതയും ദൈവവചനവും അടിയറവ് വെക്കുന്നതായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഒരു ക്ലെൻസിങ്, തെറാപ്യൂട്ടിക് അറ്റ്മോസ്ഫിയർ ദൈവവചനം നമ്മിൽ നിന്ന്, സുവിശേഷം പ്രഘോഷിക്കുന്നവരിൽ നിന്നും ശ്രവിക്കുന്നവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ലാത്തതായിട്ടുള്ള സംഗതിയാണ്. 3, സാക്ഷ്യത്തിൻ്റെ 3-ാമത്തെ മേഖല സഹനത്തിലെ സാക്ഷ്യമാണ്. വിറ്റ്നസ് ഇൻ സഫറിങ്. ഇവിടെ യജമാനന്മാരുടെ ലാഭം നഷ്ടപ്പെട്ട അവസരത്തിൽ പ്രമാണികളുടെ അസ്വസ്ഥത ഈ വേദഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കുന്നു. ലാഭം നഷ്ടപ്പെടുത്തിയതായിട്ടുള്ള സുവിശേഷകർക്കെതിരെ ഗൂഢാലോചന, ആൾക്കൂട്ട വിചാരണ, ഭരണകൂടത്തിൻ്റെ ഇടപെടൽ, മർദ്ദനം, ലോക്കപ്പൊക്കെ ഈ ഭാഗങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുന്ന അവസരത്തിൽ പൗലോസിനെയും ശീലാസിനെയും പിടിച്ചു, അവരെ വലിച്ചിഴച്ചു, അധിപതികളുടെ മുന്നിൽ നിർത്തി കോൽ കൊണ്ടടിച്ച് വിവസ്ത്രരാക്കി, തടവിലാക്കി, കാൽ ആമത്തിലിട്ട് പൂട്ടി. ഇവരുടെ മേൽ ചുമത്തപ്പെട്ടതായിട്ടുള്ള കുറ്റം പട്ടണം കലക്കി റോമ ആചാരങ്ങൾക്ക് വിപരീതമായി പ്രസംഗിക്കുന്നു എന്നുള്ളതാണ്. Whenever the gospel threatens unjust profit, the world will call it disturbance. ഇന്നും ഈ കാലഘട്ടത്തിലും സുവിശേഷം ലാഭക്കൊയ്ത്തിന് എതിരാകുന്ന അവസരത്തിൽ, നേട്ടങ്ങൾക്കും വ്യവസ്ഥാപിത ചട്ടങ്ങൾക്കും എതിരാകുന്ന അവസരത്തിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ചരിത്രത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ കഷ്ടതയ്ക്ക് ദൗത്യത്തെ നിശബ്ദമാക്കുവാനോ സുവിശേഷത്തെ ഒരു കാലത്തും നിർവീര്യമാക്കുവാനോ സാധിക്കുകയില്ല. പൗലോസിൻ്റെയും ശീലാസിൻ്റെയും കാരാഗൃഹത്തിലെ പ്രതികരണം വളരെ ശ്രദ്ധേയമാണ്. അവർ പാടി സ്തുതിച്ച് കാരാഗൃഹത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അവർ സങ്കീർത്തനങ്ങൾ കൊണ്ട് സഹനത്തെ എതിരിടുകയാണ്. ആമത്തിൽ കിടന്നും സ്തോത്രം പാടുന്നതായിട്ടുള്ള സുവിശേഷകരെയാണ് കാണുവാൻ സാധിക്കുന്നത്. മുറിവിൽ നിന്ന് ചോരയൊലിക്കുമ്പോഴും കാൽ പൂട്ടപ്പെടുമ്പോഴും കീർത്തനം ചൊല്ലുന്നതായിട്ടുള്ള സുവിശേഷകർ. അവിടെയാണ് അർദ്ധരാത്രി വിടുതലിൻ്റെ രാത്രിയായിട്ട് മാറുന്നത്. തടവിന് തടയുവാനാകാത്തതായിട്ടുള്ള ആത്മീയത ഇത് തടവുകാരിലും കാരാഗ്രഹ പ്രമാണിയിലും
ആശ്ചര്യം സൃഷ്ടിക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെയാണ് കാരാഗ്രഹ പ്രമാണി പൗലോസിൻ്റെയും ശീലാസിൻ്റെയും അടുക്കൽ ചോദിക്കുന്നത്, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്തു ചെയ്യണം? വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ചോദ്യവും ചിന്തയുമാണ് ഈ വേദഭാഗത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പൗലോസും കൂട്ടരും രക്ഷകെട്ടുമാണെന്ന് കരുതി പൗലോസിനെയും കൂട്ടരെയും തടവിൽ നിന്ന് സ്വതന്ത്രരായി കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം ഇളകി കാരാഗ്രഹ പ്രമാണിയുടെ ജീവിതം തന്നെ അപകടത്തിലായി എന്ന് കരുതി സ്വയം നശിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഈ കാരാഗ്രഹ പ്രമാണിയോട് പൗലോസ് പറയുന്ന വാചകം, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയുണ്ട്, നിനക്ക് ഒരു ദോഷവും വരരുത്. സഹനത്തിലും അപരക്ഷേമം ആഗ്രഹിക്കുന്ന പൗലോസിനെയും ശീലാസിനെയും ഇവിടെ കാണുവാൻ സാധിക്കുന്നു. രക്ഷപ്പെടുവാൻ അവസരം ലഭിച്ചിട്ടും ഓടിപ്പോകാത്തതായിട്ടുള്ള സുവിശേഷകരോട് കാരാഗ്രഹ പ്രമാണി ചോദിക്കുന്ന ചോദ്യമാണ്, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? രക്ഷയുടെ അനുഭവക്കാരോടാണ് ലോകം ചോദിക്കുന്നത്, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? പലപ്പോഴും രക്ഷയുടെ മൊത്ത കച്ചവടക്കാരായി, ഹോൾസെയിൽ ഡീലേഴ്സായി നമ്മൾ ഇങ്ങനെ നടക്കുകയാണ്. എന്നാൽ ഈ വേദഭാഗം വ്യത്യസ്തമാണ്. രക്ഷയുടെ മൊത്ത കച്ചവടക്കാരായിട്ടല്ല പൗലോസും ശീലാസും ചെല്ലുന്നത്. അവരുടെ ജീവിതാനുഭവം കണ്ട് പുറം ലോകത്ത് നിന്ന് അവരോട് അന്വേഷിക്കുകയാണ്, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്നുള്ളതായ ചോദ്യം. പ്രിയരെ, ഇത് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇന്ന് ലോകം രക്ഷ തേടുന്ന ലോകമാണ്. പല കാരണങ്ങളാൽ രക്ഷ തേടുന്ന ലോകത്തിൻ്റെ മുൻപിൽ രക്ഷയുടെ അനുഭവക്കാരെന്ന് സ്വജീവിതത്തിലൂടെ തെളിയിക്കുവാൻ ഞാനും നിങ്ങളും കടപ്പെട്ടിരിക്കുന്നു. വചന കേൾവി ആഹ്വാനം ചെയ്യുന്നത് അതിന് തന്നെയാണ്. സഹനത്തിലെ സാക്ഷ്യമാണ് രക്ഷയെയും രക്ഷകനെയും തിരിച്ചറിയുവാൻ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും മുഖാന്തരമായിട്ട് തീരുന്നത്. യേശു കർത്താവ് ക്രൂശിൽ കൈകാലുകളെ വിരിച്ച് തൻ്റെ പ്രാണൻ വിടുന്നത് കണ്ട് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മിലിറ്ററി ഡോക്ടർ ശതാധിപൻ അദ്ദേഹം സാക്ഷ്യം പറയുന്നുണ്ട്. യേശു ഇങ്ങനെ പ്രാണനെ വിടുന്നത് കണ്ടിട്ട് ശതാധിപൻ പറയുന്നു, എന്താ പറയുന്നേ? ഇവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു സത്യം. സഹനങ്ങളിലെ സാന്നിധ്യമാണ്, സഹനങ്ങളിലെ പ്രതികരണമാണ് ക്രിസ്തുവിനെ ദൈവപുത്രനെന്ന് തിരിച്ചറിയുവാൻ ഈ ശതാധിപന് കാരണമായിട്ട് തീരുന്നത്. പ്രിയരെ, ഞാനും നിങ്ങളും കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ, വേദനകളിൽ, സംഘർഷഭരിതമായ സാഹചര്യങ്ങളിൽ അവർ റെസ്പോൺസ് ദാറ്റ് മാറ്റേഴ്സ്. എല്ലാം സുഖമായിരിക്കുന്ന അവസരത്തിൽ, ക്ഷേമമായിരിക്കുന്ന അവസരത്തിൽ സ്തോത്രം പാടുവാൻ, ഹല്ലേലൂയ പറയുവാൻ, പന്തലിലിരിക്കുവാൻ, വചനത്തിന് മുൻപിൽ സമർപ്പിക്കാനൊക്കെ നമുക്ക് സാധിക്കും. എന്നാൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ, കഠിന ശോധനകളിൽ, നഷ്ടം വരുമ്പോൾ, ക്രൂശിൻ്റെ അനുഭവങ്ങളിൽ ഞാനും നിങ്ങളും സ്വീകരിക്കുന്നതായിട്ടുള്ള സമീപനമാണ് രക്ഷയെയും രക്ഷകനെയും നമ്മിൽ തിരിച്ചറിയുവാൻ ലോകത്തിന് കാരണമായിട്ട് തീരുന്നത്. പഴയ നിയമത്തിൽ ഇതിന് ഉദാഹരണങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ അവരെ തീച്ചൂളയിലിട്ടു. നാലാമതൊരുവനായി അവരോടൊപ്പം സഹിക്കുന്ന ദൈവത്തെ ഈ രാജാവ് കാണുകയാണ്. തീയിൽ നിന്ന് പുറത്തു വരുന്നതായിട്ടുള്ള യഹൂദ ബാലന്മാരെ കണ്ട് അവരുടെ ഒരു രോമത്തിന് പോലും കേടുപറ്റിയില്ല എന്ന് തിരിച്ചറിയുന്ന രാജാവ് പറയുന്നു, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ ഇവരുടെ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദൈവത്തിലൊരു രക്ഷകനെ കാണുവാൻ കാരണമായി തീർന്നത് യഹൂദ ബാലന്മാരുടെ സഹനത്തിലെ തീച്ചൂളയിലെ സാക്ഷ്യമാണ്. പ്രിയരെ, ഞാനും നിങ്ങളും വചന കേൾവി കഴിഞ്ഞ് ജീവിതത്തിൻ്റെ പരിപരുത്ത യാഥാർത്ഥ്യങ്ങളിലേക്ക് പ്രവേശിക്കുന്ന അവസരത്തിൽ നമുക്കുണ്ടാകുന്നതായിട്ടുള്ള പ്രതികരണം അവരനിൽ രക്ഷയും രക്ഷകനെയും വെളിവാക്കുന്ന ഒരനുഭവമായിട്ട് മാറുവാൻ ഇടയായി തീരേണ്ടത് ആവശ്യമായിരിക്കുന്ന സംഗതിയാണ്. സഹനത്തിലെ സാക്ഷ്യം. ജോസഫ് പഴയ നിയമത്തിലേറെ ഇഷ്ടമുള്ള ഒരു കഥാപാത്രമാണ് എനിക്ക്. വളരെയേറെ സഹനാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നതായിട്ടുള്ള ജോസഫിൻ്റെ ജീവിതം.
സഹോദരന്മാരാൽ ബാല്യത്തിൽ തന്നെ വേട്ടയാടപ്പെടുന്നു, വെള്ളിക്കാശിന് വിൽക്കപ്പെടുന്നു, പൊട്ടക്കുഴിയിൽ ഉപേക്ഷിക്കപ്പെടുന്നു, ജയിലനുഭവത്തിലൂടെ കടന്നു പോകുന്നു. കടന്നു ചെന്ന ഇടങ്ങളിലൊക്കെ പലവിധമായിട്ടുള്ള പ്രലോഭനങ്ങളിൽ തൻ്റെ ജീവിത വിശുദ്ധി തെളിയിച്ചതായിട്ടുള്ള ജോസഫ്, അന്യനാട്ടിൽ ഒരു എബ്രായ അടിമയായിട്ടുള്ള ജോസഫിനെ നോക്കി ആ ദേശത്തെ ഫറവോൻ പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. ഇവനെ പോലെ ദൈവാത്മാവുള്ള മറ്റൊരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് ചോദിക്കുന്ന രാജാവിൻ്റെ ഒരു ചോദ്യമുണ്ട്. എത്ര കൺവെൻഷനുകൾ, മാരാമൺ കൺവെൻഷൻ തുടങ്ങി ഭദ്രാസന തലങ്ങളിൽ, സെൻറ്റർ തലങ്ങളിൽ, ഇടവക തലങ്ങളിൽ വചനകേഴ്വിയുടെ ഒരു വലിയ ആഘോഷമാണ് പ്രിയരെ. നമ്മെ കാണുന്ന ലോകം, നമ്മോട് ചേർന്ന് നിൽക്കുന്ന മറ്റു മനുഷ്യർ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതികരണത്തിൽ, സുഖത്തിലോ ദുഃഖത്തിലോ, വേദനയിലോ വേർപാടിലോ ക്രൂശിൻ്റെ അനുഭവങ്ങളിലോ രക്ഷയെയും രക്ഷകനെയും കാണത്തക്ക രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്ന ഒരാത്മീകതയിലേക്ക്, സാക്ഷ്യത്തിലേക്ക് ഉയരുന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നതായിട്ടുള്ള ആത്മീകതയും സാക്ഷ്യ ജീവിതവും. ഒരു മേഖല കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. പിന്നീട് കാരാഗ്രഹത്തിൽ നിന്ന് ഈ സാക്ഷ്യം സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ടുള്ള ഈ കാരാഗ്രഹ പ്രമാണി പൗലോസിനെയും കൂട്ടരെയും കൂട്ടി സ്വന്തം ഭവനത്തിലേക്ക് പോവുകയാണ്. നാലാമത്തെ മേഖല ഗാർഹിക ഇടത്തിലെ സാക്ഷ്യം, ഭവനത്തിലെ സാക്ഷ്യമാണ്. ഇതിൻ്റെ 33-ാം വാക്യം വീണ്ടും വായിച്ച അവസരത്തിൽ എനിക്ക് വളരെ വിസ്മയം തോന്നി. 33-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ആ രാത്രിയിൽ, അർദ്ധരാത്രി വിടുതലിൻ്റെ രാത്രിയായപ്പോൾ, കാരാഗ്രഹ പ്രമാണിക്കത് മാനസാന്തരത്തിൻ്റെ രാത്രിയായപ്പോൾ, 33-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ആ രാത്രിയിൽ, അടുത്ത വാചകം, ആ നാഴികയിൽ തന്നെ, ദ വെരി അവർ ഓഫ് ദ നൈറ്റ്, ഈ കാരാഗ്രഹ പ്രമാണി പൗലോസിനെയും ശീലാസിനെയും കൂട്ടി സ്വന്തം ഭവനത്തിലേക്ക് പോവുകയാണ്. വീണ്ടും അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്കുണ്ട് പ്രിയരെ, താമസിയാതെ എന്നുള്ളൊരു വാക്ക്. There is a holy urgency, ഒരു വിശുദ്ധ തിടുക്കമുണ്ട് ഈ കാരാഗ്രഹ പ്രമാണിക്ക്. ഇപ്പോൾ അവൻ രക്ഷിക്കപ്പെട്ടപ്പോൾ, മാനസാന്തരപ്പെട്ടപ്പോൾ, രക്ഷയുടെ അനുഭവത്തെ തിരിച്ചറിഞ്ഞപ്പോൾ അവനൊരു തിടുക്കമുണ്ടായി. എന്തിനാണെന്നറിയാമോ? ഈ രക്ഷയുടെ അനുഭവം തൻ്റെ വീട്ടിൽ കൂടി യാഥാർത്ഥ്യമാക്കുവാൻ ഈ കാരാഗ്രഹ പ്രമാണിക്ക് ഒരു തിടുക്കമുണ്ടായി. താൻ അറിഞ്ഞതിനെ, താൻ അനുഭവിച്ചതിനെ, തൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചതിനെ കേട്ടിടത്തുപേക്ഷിച്ച് പോവുകയല്ല ഈ മനുഷ്യൻ. താമസിയാതെ ആ രാത്രിയിൽ തന്നെ തിടുക്കബോധത്തോടുകൂടി തൻ്റെ വീട്ടിലേക്ക് ഈ സന്തോഷം കൊണ്ടുപോവുകയാണ്. കൺവെൻഷൻ യോഗങ്ങൾ 2 നാൾ കൂടി കഴിയുമ്പോൾ അവസാനിക്കും. കേട്ട സുവിശേഷം പന്തലിലും പള്ളിയിലും ബലിപീഠത്തിലും ഉപേക്ഷിച്ച് പോവുകയല്ല. ടേക്ക് ഇറ്റ് യുവർ ഹോം. നിന്റെ വീട്ടിലേക്ക്, നിന്റെ ജീവന ഇടങ്ങളിലേക്ക് ഈ സുവിശേഷത്തെ വഹിക്കുവാനായിട്ട് ഇടയായി തീരേണ്ടത് ആവശ്യമാണ്. 4-ാമത്തെ സാക്ഷ്യമേഖല നമ്മുടെ ഭവനമാണ്, നമ്മുടെ കുടുംബമാണ്. ഇവിടെ ഈ സുവിശേഷത്തെ സ്വീകരിച്ച രക്ഷയുടെ അനുഭവത്തിലായ ഈ കാരാഗ്രഹ പ്രമാണി പൗലോസിനെയും ശീലാസിനെയും തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. ആദ്യത്തെ മിഷൻ ഫീൽഡ് സ്വന്തം ഭവനമാണ്. ലുദിയ ദൈവവചനം കേട്ട് ഹൃദയം തുറന്ന് അതിനെ സ്വീകരിച്ച അവസരത്തിൽ ലുദിയ ചെയ്യുന്നത്, യജമാനന്മാരോട് പറയുന്നു, നിങ്ങൾക്ക് എൻ്റെ ഭവനത്തിലേക്ക് വരാം. പൗലോസിനെയും കൂട്ടരെയും ഭവനത്തിലേക്ക് സ്വീകരിച്ച ലുദിയ ഫിലിപ്പിയ സഭയുടെ അടിത്തറ അവിടെ ഒരുക്കുകയാണ്. യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ കർത്താവും ഇത്തരത്തിലുള്ള ആഹ്വാനം നൽകുന്നുണ്ട്. ഭൂതഗ്രസ്തനായിട്ടുള്ള മനുഷ്യൻ യേശു ക്രിസ്തുവിനാൽ സൗഖ്യം പ്രാപിച്ച് സുബോധം പൂണ്ട് വസ്ത്രം ധരിച്ച് യേശുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറയുന്നു, ഞാനും വരികയാണ് നിൻ്റെ കൂടെ. അപ്പോൾ യേശു കർത്താവ് പറയുന്നതായിട്ടുള്ള മറുപടി, നിൻ്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിപ്പീൻ എന്നാണ് പറയുന്നത്. പ്രിയരെ,
മിഷൻ ബിഗിൻസ് അറ്റ് ഹോം. നമ്മുടെ ഗാർഹിക ഇടങ്ങളിലാണ് ഇനി ദൗത്യത്തിൻ്റെ ഒരു തുടക്കം സാധ്യമായി തീരേണ്ടത്. സുവിശേഷ അനുഭവങ്ങൾ നമ്മുടെ ഗ്രഹങ്ങളിൽ സാധ്യമായിട്ട് തീരണം. ഇന്ന് വല്ലാതെ സാക്ഷ്യം കെട്ട ഇടങ്ങളായിട്ട് കുടുംബങ്ങൾ, നമ്മുടെ ഭവനങ്ങൾ മാറുകയാണ്. അതൃപ്തിയുടെ വിലാപവും അമർഷത്തിൻ്റെ പല്ലുകടിയും ഇന്ന് ഭവനങ്ങളിൽ ഉയരുന്നതായിട്ടുള്ള സാഹചര്യം. എങ്ങനെയാണ് ഈ വീട്ടിലേക്ക് സുവിശേഷത്തെ സ്വീകരിക്കപ്പെടുന്നത്? 3 അടയാളങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ഈ കാരാഗ്രഹ പ്രമാണി പൗലോസിനെയും ശീലാസിനെയും ഭവനത്തിലേക്ക് ക്ഷണിച്ച് സുവിശേഷത്തിൻ്റെ ഇടപെടലിന് തൻ്റെ ഗ്രഹം ഒരുക്കുന്ന അവസരത്തിൽ അവിടെ ചെയ്യുന്നതായിട്ടുള്ള സംഗതി അതിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ടു, തന്നെയുമല്ല അവരുടെ മുറിവുകളെ കഴുകി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവർ മൂലം, കാരാഗ്രഹ പ്രമാണി മൂലം ഏറ്റതായിട്ടുള്ള മുറിവുകൾ, അതിനെ കഴുകുന്നതായിട്ടുള്ള ഒരു വീട്ടുടയവനെയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. സാൽവേഷൻ ആസ് എ റിന്യൂവ്ഡ് റിലേഷൻഷിപ്പ്. പല കുടുംബങ്ങളും പല ഭവനങ്ങളും ഇന്ന് രക്ഷയുടെ ഭവനങ്ങളാകാത്തതിന് കാരണം ഇന്ന് മുറിഞ്ഞ ബന്ധങ്ങളിലാണ്, വല്ലാതെ മുറിവേറ്റ് കഴിയുന്നതായിട്ടുള്ള ഇടങ്ങളായിട്ട് നമ്മുടെ ഭവനങ്ങൾ മാറുകയാണ്. വി നീഡ് ആൻ ആക്ട് ഓഫ് ഹീലിംഗ്. ഒരു സൗഖ്യദായക പ്രവൃത്തി, ഒരു തെറാപ്യൂട്ടിക് പ്രോസസ്, അത് ഈ വേദഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രിയരെ, രക്ഷ സാധ്യമാകുന്നത് ബന്ധങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതായിട്ടുള്ള അവസരത്തിലാണ്. പ്രത്യേകിച്ച് ഗാർഹിക ഇടങ്ങളിൽ നമ്മുടെ കുടുംബങ്ങൾ രക്ഷയുടെ ഇടമായിട്ട് മാറുവാൻ തകർന്നു പോയ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കേണ്ടത് ആവശ്യമാണ്. യേശു കർത്താവിനെ ഭവനത്തിൽ സ്വീകരിക്കുന്നതായിട്ടുള്ള സഖായി, യേശു ഭവനത്തിൽ വന്നതുകൊണ്ട് മാത്രമല്ല കർത്താവ് പറയുന്നത് ഇന്ന് ഈ വീടിന് രക്ഷ വന്നെന്ന്. അതിനു മുമ്പ് സഖായിയുടെ ചില പ്രഖ്യാപനങ്ങളുണ്ട്. സഖായി പറയുന്നു, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ ഞാൻ പകുതി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. എന്തെങ്കിലും അന്യായമായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് ഞാൻ തിരികെ കൊടുക്കുന്നു. നഷ്ടപ്പെട്ട ബന്ധങ്ങളുടെ പുതുക്കം ഭവനത്തിനുള്ളിൽ സാധ്യമായ അവസരത്തിൽ യേശു കർത്താവ് പ്രഖ്യാപിക്കുകയാണ്, ഇവനും അബ്രഹാമിൻ്റെ സന്തതിയാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. പ്രിയരെ, രക്ഷ പന്തലിൽ അവസാനിപ്പിക്കരുത്, പുൾപിറ്റിൽ അവസാനിപ്പിക്കരുത്. ഇത് വീട്ടിലൊരു യാഥാർത്ഥ്യമായി തീരുവാൻ ഇടയായി തീരേണ്ടത് ആവശ്യമാണ്. ഫെയ്ത്ത് ദാറ്റ് മൂവ്സ് ടു റെക്കൺസിലിയേഷൻ. ഈ വീട്ടിൻ്റെ അനുഭവത്തിൽ മറ്റൊന്ന് സംഭവിക്കുന്നുണ്ട്. 32-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വചനത്തെ പങ്കിട്ടു. സുവിശേഷം ഗാർഹിക ഇടങ്ങളിലൊരു യാഥാർത്ഥ്യമാകണം. സുവിശേഷ വർത്തമാനങ്ങൾ വീട്ടിനുള്ളിൽ സാധ്യമാകണം. അഭിവന്യ മെത്രാപ്പോലീത്ത തിരുമേനി അനുഗ്രഹ പ്രഭാഷണം നടത്തിയ അവസരത്തിൽ ഓർപ്പിച്ചു, പാടുവാനും പ്രാർത്ഥിക്കുവാനും കുടുംബങ്ങളിൽ സാധിക്കണം. പ്രാർത്ഥിച്ച കുടുംബങ്ങളുടെ പിന്മുറക്കാരാണ് സുവിശേഷവുമായി അനുദിന ജീവിത സാഹചര്യങ്ങളിൽ ലോക യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടുവാനായിട്ട് സാധിച്ചത്. പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ, വചനം പങ്കുവെക്കുന്നതായിട്ടുള്ള കുടുംബങ്ങൾ, ആരാധനയിലൂടെ വളരുന്നതായിട്ടുള്ള കുടുംബങ്ങൾ. 3 അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് വീട്ടടങ്കം. ആ വാക്ക് വളരെ പ്രത്യേകതയുള്ളതാണ്. ഇംഗ്ലീഷിൽ അതിന് ഹൗസ് ഹോൾഡ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മാനസാന്തരത്തിലെ അനുഭവത്തിലേക്ക് വന്ന കാരാഗ്രഹ പ്രമാണി രക്ഷയുടെ അനുഭവം സ്വായത്തമാക്കിയ അവസരത്തിൽ അവൻ മുറിവുകളെ കെട്ടി, അവൻ വചനത്തെ ഒരു യാഥാർത്ഥ്യമാക്കി. അതിലുപരി വീടടങ്കം സ്നാനമേറ്റു, സന്തോഷിച്ചു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഭവനം ഒരു കൗദാശിക ഇടമായിട്ട് രൂപാന്തരപ്പെടുകയാണ്. പ്രിയരെ, ഭവനത്തിൻ്റെ സാക്ഷ്യം വളരെ പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ്. കുടുംബം ദൈവകൃപയുടെ അടയാളമായിട്ട് രൂപാന്തരപ്പെടുവാൻ ഇടയാകണം. അതിന് സുവിശേഷത്തിൻ്റെ ഒരിടപെടൽ ഭവന ഇടങ്ങളിൽ ഒരു യാഥാർത്ഥ്യമായിട്ട് തീരണം. ഇന്ന് പലപ്പോഴും സമൂഹത്തിൻ്റെ ജീർണതയെക്കുറിച്ച് നമ്മൾ വല്ലാതെ ഭാരപ്പെടുകയും വിലപിക്കുകയും ചെയ്യാറുണ്ട്. സഭയിലും സമൂഹത്തിലും ജീർണത പടരുന്നെങ്കിൽ അതിൻ്റെ ഒരു കാരണം
ഗാർഹിക ഇടങ്ങളിലെ സാക്ഷ്യ പരാജയങ്ങളാണ്. ഗാർഹിക ഇടങ്ങളിലെ സാക്ഷ്യം വീണ്ടെടുക്കുവാൻ വചന കേൾവി ഒരു മുഖാന്തരമായിട്ട് തീരണം. തകരുന്ന ബന്ധങ്ങൾ, ശിഥിലമാകുന്ന കുടുംബങ്ങൾ, അന്യപ്പെട്ടു പോകുന്നതായിട്ടുള്ള തലമുറകൾ, ഇത് ആധുനിക കാലഘട്ടത്തിൻ്റെ കുടുംബത്തിൻ്റെ പ്രത്യേകതകളാണ്. അങ്ങനെയെങ്കിൽ പ്രിയരെ, ഒരു വീണ്ടെടുപ്പിനായിട്ടുള്ള ഒരു ആഹ്വാനമാണ് ഇന്ന് ഈ വചനം നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. മറ്റ് പലതുകൊണ്ടും വീട് അലങ്കരിക്കുമ്പോൾ, വിഭവങ്ങളും വിശിഷ്ട വസ്തുക്കളും കൊണ്ട് നമ്മുടെ ഗേഹം അലങ്കരിക്കുമ്പോൾ, ഈ വേദഭാഗം ഓർപ്പിക്കുന്നു, മുറിവുണക്കുന്ന സൗഖ്യദായക ഇടങ്ങളായി, വചനബലം കൈവരിക്കുന്ന ഇടങ്ങളായി, കൗദാശിക ഇടമായി നമ്മുടെ വീടുകൾ പരിവർത്തിപ്പാനായിട്ട് ഇടയാകണം. ഞാൻ ഇപ്രകാരം പറയും, എക്ലീഷ്യ ഫോർമേഷൻ അറ്റ് ഹോം. പ്രിയരെ, ഒരു ഗാർഹിക ഇടങ്ങളിൽ രൂപപ്പെടേണ്ടതായിട്ടുള്ള ഒരു എക്ലീസിയ, ഒരു സഭ, ഒരിടവക, അത് രൂപപ്പെടേണ്ടത് നമ്മുടെ ഭവനങ്ങളിലാണ്. 4 മേഖലകളിലെ സാക്ഷ്യത്തിലേക്കാണ് അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളെ ഈ രാത്രിയിൽ ക്ഷണിച്ചത്. പ്രിയരെ, പൊതു ഇടത്തിൽ നമുക്കൊരു സാക്ഷ്യമുണ്ട്. ഏതെങ്കിലും വിധത്തിൽ പൊതുവിടത്തിലെ സാക്ഷ്യം നമുക്ക് നഷ്ടമായിട്ടുണ്ടെങ്കിൽ, ദുർബലമായിട്ടുണ്ടെങ്കിൽ, അതിനെ തിരിച്ചു പിടിക്കുമ്പോൾ മാത്രമാണ് സുവിശേഷത്തിൻ്റെ വ്യാപനം എതിർപ്പുകളുടെ മധ്യത്തിലും പ്രതിസന്ധികളുടെ മധ്യത്തിലും ഒരു യാഥാർത്ഥ്യമായിട്ട് തീരുന്നത്. 2, ആരാധനാ ഇടം സൗഖ്യദായകമാകണം. അപജയങ്ങൾ ആരാധനാ ഇടങ്ങളിൽ, ആത്മീയ ഇടങ്ങളിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ചറിയുവാനും തിരുത്തുവാനുമുള്ള ഒരു ആത്മബലം സഭയ്ക്കും നമുക്കുമുണ്ടാകുന്ന അവസരത്തിൽ അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. 3, സഹനയിടം. സഹനയിടങ്ങളിൽ നമ്മുടെ പ്രതികരണം സങ്കടങ്ങളിലും വേദനകളിലും പാടുവാനും നഷ്ടം അതിൽ കൊണ്ടാടുവാനും സാധിക്കുന്ന അവസരത്തിൽ സാധ്യമാകുന്ന ഒരു ജീവിത വ്യതിയാനമാണ് ഈ ഭാഗം നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. 4-മതായിട്ട് ഞാൻ ഓർപ്പിച്ചത് ഗാർഹിക ഇടം. അത് വീടടങ്കം രക്ഷയിൽ സന്തോഷിക്കുന്ന കുടുംബങ്ങൾ സാധ്യമാകുവാൻ നമുക്കിടയായി തീരണം. അങ്ങനെ നമ്മുടെ സാക്ഷ്യത്തിൻ്റെ വീണ്ടെടുപ്പ് വചനകേൾവിയിലൂടെ, കൺവെൻഷനിലൂടെ സാധ്യമാക്കുവാൻ ദൈവത്തിൻ്റെ കൃപ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച്, എല്ലാ നന്മകളും ഈ കൺവെൻഷൻ ആശംസിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.